ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? നെയ്യാറ്റിങ്കര ഗോവിന്ദസ്വാമി വിഷയത്തിൽ സമാധി സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് തഗ്ഗായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതും ചോദ്യം ചെയ്തിട്ടുള്ള ഒരു വക്കീലും കൂടി ഉണ്ടായിരുന്നു അല്ലേ? അതാണ് കോടതി എന്താ ചോദിച്ചത്, മരണ സർട്ടിഫിക്കറ്റ് എവിടെ? അവസാനം ഇവർക്ക് മനസ്സിലായി മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല എന്ന്. നേരെ സനന്ദൻ നഗരസഭയിൽ പോയിട്ട് ചോദിക്കുകയാണ്, എൻ്റെ അപ്പൻ സ്വാമികളുടെ ആ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്ന് തരൂ എന്ന്. ഉടനെ തന്നെ അവരൊരു കാര്യം പറഞ്ഞു, പൊന്നു മോനെ, ആള് മരിച്ചത് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഞങ്ങളൊന്ന് അറിയട്ടെ, എന്നിട്ട് തരാം എൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന്. അപ്പൊ അവസാനം അവരത് സമ്മതിച്ചു, മരിച്ചു എന്നുള്ളത്. സമാധി സമാധി സമാധി, ഇതായിരുന്നു ഇത്രയും ദിവസം നമ്മൾ കേട്ടോണ്ടിരുന്നത്. എന്നാൽ സമാധി മാറി. കഴിഞ്ഞ ദിവസം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അമ്മച്ചി മരണം എന്ന് തന്നെ അങ്ങ് ഉറപ്പിച്ചു. ഇപ്പൊ ഇതാ മരണ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നെയ്യാറ്റിങ്കര നഗരസഭയിലേക്ക് അവരൊരു യാത്ര ചെയ്തു എന്നുള്ളതാണ്. കൊള്ളാം, വാർത്തയുടെ കുറച്ച് കഷ്ണങ്ങൾ കേൾക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ചിരിയൊക്കെ വന്നെന്ന് വരും. ഒരു മരണ വാർത്തയാണ്, ചിരിക്കരുത്, കേൾക്ക്. ഇവ തന്റെ പിതാവിനെ സമാധി ഇരുത്തിയെന്ന് അവകാശപ്പെട്ട് മക്കൾ വരികയും പിന്നീട് വലിയ വിവാദവുമാവുകയൊക്കെ ചെയ്ത നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ട് മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് മകൻ ഇപ്പോൾ നഗരസഭയെ സമീപിച്ചിരിക്കുന്നു. കേട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കേട്ടോളി. മകൻ എന്താണ് ചെയ്തത് കേട്ടോളൂ. മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് മകൻ ഇപ്പോൾ നഗരസഭയെ സമീപിച്ചിരിക്കുന്നു. അപ്പൊ ബുദ്ധിയൊക്കെ വന്ന് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തു, സമാധിയല്ല മോനെ, മരണമാണ് മരണം എന്ന്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, അയാളുടെ റേഷൻ കാർഡിന് പേര് വെട്ടണം അല്ലേ? റേഷൻ കാർഡ് പേരിട്ടെങ്കിൽ പേര് വെട്ടണം. അതുകൂടാതെ അയാൾക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കണം, അത് കട്ട് ചെയ്യണം. നമ്മുടെ ഒക്കെ പൈസകളുടെ അടുത്ത് കൊടുക്കുന്നത് പെൻഷനൊക്കെ ആയിട്ട്. അങ്ങനെ ഒരുപാട് ഗവൺമെന്റ് പേപ്പർ വർക്കുകൾക്ക് ഇദ്ദേഹം മരിച്ചുവെങ്കിൽ സർട്ടിഫിക്കറ്റിൽ അത് വേണം. അങ്ങനെ ഒരു മരണ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ആദ്യം ഇയാൾ എങ്ങനെ മരണപ്പെട്ടു എന്ന് അറിയുക തന്നെ വേണം. അവസാനം മരണ സർട്ടിഫിക്കറ്റ് ഒക്കെയുള്ള ഒരു സമാധി സാർ. ഓക്കെ, അത് മാത്രമല്ല രസം, ആന്തരിക അവയവങ്ങളില്ലാത്തൊരു ദൈവമായിട്ട് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. അമ്മച്ചി കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. എന്തായാലും ന്യൂസിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേൾക്കണം. നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും ആൾക്ക് കുറച്ച് വകതിരിവൊക്കെ വെച്ച് എന്നുള്ളത്. കേൾക്കൂ എന്നുള്ളതാണ്. നഗരസഭ എന്നാൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല എന്ന നിലപാടിനാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് ഗോപന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും പുരോഗമിക്കുന്നുള്ളൂ. പോസ്റ്റ്മോർട്ടത്തിന്റെ ആദ്യഘട്ടങ്ങൾ കഴിഞ്ഞെങ്കിലും പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ എന്താണ് മരണകാരണം എന്നത് അടക്കമുള്ളവ സ്ഥിരീകരിക്കാനാവൂ. ഇത് സംബന്ധിച്ച് പോലീസിന്റെ നടപടിക്രമങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇതുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഔദ്യോഗികമായി നൽകാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടാണ് നെയ്യാറ്റിൻകര നഗരസഭ എടുക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ എടുക്കുള്ളൂ. ഇതൊരു വലിയ പ്രശ്നം നടന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ഇങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റൂല, ആള് ഇരുന്ന് മരിച്ചു അല്ലെങ്കിൽ ആള് ഇങ്ങനെ മരിച്ചു. എങ്ങനെ എഴുതി കൊടുക്കാനാ? അവിടുന്ന് റിസൾട്ട് വരട്ടോ. റിസൾട്ട് വന്നിട്ട് അയാൾ നോർമൽ ഡെത്ത് ആണെങ്കിൽ നോർമൽ ഡെത്ത് എന്ന രീതിയിൽ എഴുതി കൊടുക്കും. അല്ലാത്ത പക്ഷം ആ ഒരു സർട്ടിഫിക്കറ്റിൽ വേറെ കുറെ കാര്യങ്ങൾ ആഡായി പോകും. അത്രേ ഉള്ളൂ. അപ്പൊ ആള് ബുദ്ധി വെച്ചു, എന്തൊക്കെ വേണമെന്ന് മനസ്സിലാക്കി. മരണ സർട്ടിഫിക്കറ്റ് ആണ്, സമാധി സർട്ടിഫിക്കറ്റ് അല്ല എന്ന് ബോധം ആൾക്ക് വെച്ചു. നല്ലത്. അങ്ങനെ വകതിരിവോടുകൂടി പെരുമാറിന്റെ പൊന്നു മക്കളെ. ഏറ്റവും കൗതുകകരം എന്ന് പറയുന്നത് തന്റെ പിതാവ് സമാധിയായി എന്ന് പറഞ്ഞ് യുക്തികൾക്കെല്ലാം നിരക്കാത്ത ഒരു വാദം ഉന്നയിച്ച മക്കൾ തന്നെ ഇപ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുടെ തന്നെ ഭാഗമായ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ നമ്മൾ വിഷമിപ്പിക്കുന്നത്. അവരുടെ നിർബന്ധപ്രകാരം, അവരുടെ ആഗ്രഹപ്രകാരം അതൊരു സമാധിയായിരുന്നു. ആ സമാധിയെ നിങ്ങൾ എല്ലാവരും കൊണ്ടുപോയിട്ട് മരണമാക്കി മാറ്റി. മരണം മാത്രമല്ല ആക്കിയത്, ഒരു ദൈവത്തിന് ആന്തരിക അവയവങ്ങൾ ഇല്ലാത്ത രീതിയിലും നിങ്ങൾ ആക്കിയെടുത്തു. കൊള്ളാമടാ, കൊള്ളാം. അതൊന്നുമല്ല, അമ്മച്ചിക്ക് പഴയ ആ ഒരു പീഠമായിരുന്നു ഇഷ്ടമായത്. ഇപ്പൊ ആ പീഠമെല്ലാം നശിപ്പിച്ച് വേറെ എന്തൊക്കെയോ ആക്കി. പക്ഷെ ഈ വിഷയത്തിൽ RSS നന്നായി സഹായിക്കുന്നുണ്ടെന്ന് അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇതിലെനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ ഈ വാർത്തയുടെ ഇടയിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഗോപന്റെ മരണസമയം എപ്പോഴായിരുന്നു, എന്താണ് മരണകാരണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നെയ്യാറ്റിൻകര പോലീസ് പുരോഗമിക്കുകയാണ്. ഏത് സമയത്താണ് മരിച്ചത്, ഏത് സമയത്താണ് പോസ്റ്റർ അടിച്ചത്, നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ മരണം അവര് പറയുന്ന ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി എങ്ങാനും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിനേക്കാൾ മുന്നിലാണെങ്കിൽ അവസ്ഥ ആലോചിച്ചു, അല്ലെങ്കിൽ അതിനേക്കാൾ പിന്നിലാണെങ്കിൽ അവസ്ഥ ആലോചിച്ചോക്ക്. സനന്ദ, നീ അന്ന് കാർ ഷോപ്പിലിരുന്നു. പക്ഷെ നമ്മുടെ എന്താണ് ചെങ്ങയുടെ പേര്, പോറ്റി, അതായത് പൂജാജി മാത്രമേ തൊട്ടടുത്തുണ്ടായിരുന്നുള്ളൂ. പൂജാജി എന്താവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യം പറയട്ടെ, അമ്മച്ചീനെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു. കണ്ടോക്കി നിങ്ങള്.
ഇനി RS-ഉമായിട്ടൊക്കെ ഇടപെടാന്നുള്ള ധാരണയിലാണ്. ഇന്നലെയും ഇവിടെ ക്ഷേത്രത്തിന് ഈ വിനോദയാത്രയായിട്ട് ഒക്കെ ക്ഷേത്രത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാരെല്ലാം തീർത്ഥാടന കേന്ദ്രം പോലെയോ? തീർത്ഥാടന കേന്ദ്രമായിട്ടൊക്കെ ഞാൻ തന്നെ എന്താ പറയുന്നത് വിചാരിച്ചു, വിനോദ കേന്ദ്രമാക്കി മാറ്റാൻ പോവാണ്. ഇതെന്താണോ അല്ലെ പാർക്കാണോ വെച്ചിട്ടുള്ളത്. പിന്നെയാണ് ഉമ്മച്ചിക്ക് വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവുണ്ട്. ആ ഒരു കുറവ് അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ കുറച്ചുകൂടി എളുപ്പമായി എന്നുള്ള കാര്യത്തിൽ ഇനി തർക്കിക്കൊന്നും വേണ്ടല്ലോ. വിനോദ കേന്ദ്രമല്ല അത് ആരാധനാലയ കേന്ദ്രങ്ങളാക്കി ആളുകളെ കൊണ്ടുവരാനുള്ള പരിപാടി RSS അവിടെ ഇരുന്ന് കമ്മിറ്റി കൂടി എന്നൊക്കെ പറയുന്നത്. അപ്പൊ RSSന്റെ രംഗപ്രവേശനം പലയിടങ്ങളിലായിട്ട് ഇപ്പൊ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തുടർന്ന് ഇവിടെ 41 ചടങ്ങുണ്ട്. ശിവലിംഗത്തിന് ഓർഡർ കൊടുത്തിരിക്കുന്നു. ഇതിന്റെ പ്രതിഷ്ഠയുടെ ഈ സമാധിയുടെ ഇത് ഹിന്ദു ആയിട്ടുള്ളവർക്ക് പറയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ശിവലിംഗം ഇത് വെച്ചാണ് 41 ചടങ്ങ്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു ഒരു മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്കുള്ള ഒരു സംഭവം വെച്ചാൽ ഈ പെലകുള്ളി അടിയന്തരം എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിലേക്കൊന്നും പോകൂല. ഇവിടെ അമ്പലത്തിൽ മകൻ കയറി ഇറങ്ങി അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ ആളുകൾ വന്നു പോകുന്നുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ എത്ര 10-14 ദിവസം പെലയാണെന്ന് പറയാം. പെല എന്നാട്ടെ നമ്മളവിടെ പറയാം, മറ്റുള്ള ആളുകൾ എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അമ്പലത്തിൽ പൂജ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നത്? അത് കൂടാതെ ശിവലിംഗം എങ്ങനെയാണ് ആ ഒരു ഡെഡ് ബോഡിയുടെ മുകളിൽ കയറ്റി വെക്കുന്നത്? അറിയുന്ന ആളുകൾ ആരെങ്കിലും കണ്ട് കമന്റ് ചെയ്യട്ടെ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. കാരണം ഇതൊക്കെ വീട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത് മയിലാടിയിൽ നിന്നാണ് നമ്മൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി എല്ലാം. അപ്പൊ ഇതിന്റെ ചെലവൊക്കെ വലിയ എമൗണ്ട് ആകത്തില്ലേ? ഞങ്ങൾ 2 പശു നിന്നതിനെ കൊടുത്തു. അപ്പൊ ഞങ്ങൾ പശുവിന്റെ വരവ് വെച്ചാണ് ചിലവൊക്കെ. മരുമോൾ വീഴുന്നതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങളെ പശുവിന് ആഹാരം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. മെഡിക്കൽ കോളേജിലൊക്കെ ആയപ്പം പശുവിനെ വേറെ പാർട്ടിയെ അവന് സ്നേഹമുള്ള ഒരു പാർട്ടിയെ വിളിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് ചാവാതെ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങേര് കൊണ്ട് അങ്ങനെ ഒന്ന് വിറ്റ് ഇപ്പം ശിവലിംഗത്തിനും ഒക്കെ ഓർഡർ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. എവിടെ ദൈവം നമ്മളെ ഇങ്ങോട്ടാണ് സഹായിക്കേണ്ടത്, ദൈവത്തിന് അങ്ങോട്ട് സഹായിക്കുക. ആകെ 2 പശുക്കളുണ്ടായിരുന്ന ഒരു പശുവിനെ വിറ്റ് ആ പൈസ എടുത്തിട്ട് ശിവലിംഗത്തിന് ഓർഡർ ചെയ്തിരിക്കുന്നു. പട്ടിണിയാണ് എന്നാണ് ഇപ്പൊ അവിടുന്ന് ആളുകൾ പറയുന്നത്. പട്ടിണി. ഈ അന്ധവിശ്വാസം കാരണം, അന്ധമായ വിശ്വാസം കാരണം ഇവര് സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ആകെ ഉപജീവന മാർഗമായിട്ടുള്ള പശുവിനെ വിറ്റ് ഇവര് അതിന്റെ മുകളിൽ ശിവലിംഗം വെക്കാൻ പോവാത്രേ. എന്താടോ ഇതാണ് ഞാൻ പറഞ്ഞത്. വകതിരിവ് കുറച്ചെങ്കിലും ആളുകൾക്ക് വേണം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. നമ്മളെ സഹായിക്കാൻ കഴിയാത്ത ദൈവങ്ങൾക്ക് നമ്മൾ അങ്ങോട്ട് സഹായിച്ചുകൊണ്ടിരിക്കുക. കല്ലും മണ്ണിനും വേണ്ടി നമ്മൾ അത് കല്ല് വാങ്ങി വെക്കുന്നതിന് പൈസ ചെലവാക്കുക. കുടുംബത്തിൽ ആകെ പട്ടിണിയാണ്. നിങ്ങളിത് കണ്ടതല്ലേ, അമ്മച്ചീന്റെ ഒക്കെ കോലം കണ്ടില്ലേ? ഇനിയെങ്കിലും ആരെങ്കിലൊക്കെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. മനസ്സിലാക്കാൻ പറ്റൂല, അത് അങ്ങനെയാണത്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാര്യം അതാണ് ഇപ്പം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ധർമ്മസങ്കടത്തിലായിരിക്കുന്നത്. സന്തകം കമ്പനിയിൽ ഇടയ്ക്ക് പോയെങ്കിലും അവനും ലോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെ. എങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾ കൈലാസ മഹാദേവന്റെ സഹായം കൊണ്ട് എല്ലാം ഭഗവാൻ നടത്തും എന്നുള്ള ഒരു മനസ്സിന്റെ ഉറപ്പ് കൊണ്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. എന്റെ പൊന്നമ്മച്ചി, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും ഉണ്ടാക്കിയത് നിങ്ങൾ പറയുന്നത് ഈ ശിവഭഗവാനാണെന്നാ പറയുന്നത്. എന്തിന് ശിവഭഗവാൻ ഉണ്ട് എന്നാ പറയുന്നത്? അങ്ങനെയെങ്കിൽ എത്ര കാര്യങ്ങൾ നോക്കാനുണ്ട് ശിവന്. അതിന്റെ ഇടയിൽ നിങ്ങൾ ശിവലിംഗം വെച്ചു എന്ന് നിങ്ങൾ പശുവിനെ വിറ്റ് പട്ടിണി കിടന്ന് ഒരാൾ തിന്നത് ഫുള്ള് ഷുഗർ വരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു അവിടുന്ന് കിട്ടുന്ന പ്രസാദം തിന്ന് അവസാനം എന്തായി? പ്രമോഹവും വന്ന് ആളൊരു ലെവലായി. ഇപ്പൊ നിങ്ങളും പട്ടിണിയിലേക്ക് പോകുന്നത് ഈ ഒരു ദൈവത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അന്ധമായി വിശ്വസിച്ചിട്ടാണ്. എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായി അന്ധവിശ്വാസം? ഓക്കെ, നിങ്ങളുടെ താല്പര്യമാണ്. ഈ ഒരു ഇന്ത്യൻ ഭരണഘടനയിൽ നിങ്ങൾക്ക് എന്തിലും വിശ്വസിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ദൈവം ഇങ്ങോട്ട് സഹായിക്കും, നിങ്ങളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ധമായി വിശ്വസിക്കുന്നത് ശരിയാണോ? സ്വയം ഒന്ന് വിലയിരുത്തേണ്ടത് എല്ലാവരും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാട്ടോ. എല്ലാവരും അത് സ്വയം ഒന്ന് വിലയിരുത്തേണ്ടത് നല്ലതാണ്. അപ്പൊ ഈ പിന്തുണയായിട്ട് വന്ന ഈ സംഘടനകളൊന്നും നമുക്ക് അങ്ങനെ തരൂലെന്നല്ല, അവര് കുറെ പൈസയൊക്കെ ചെലവാക്കി ഈ സമാധി വീടൊക്കെ കെട്ടിയെങ്കിലും മറ്റൊരാൾ തരൂന്ന് കാത്തിരുന്ന തന്നിട്ടല്ലേ തന്നെന്ന് പറയാൻ പറ്റൂ. നമ്മള് വാഗ്ദാനൊന്നും പറഞ്ഞല്ലല്ലോ അവര് നിക്കണേ. അവരും മനുഷ്യനല്ലേ, അവർക്കും ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇന്നാര് തരട്ട് ഭഗവാൻ തരുമെന്നുള്ള ഒരു ഉറപ്പാണ് നമ്മള്.
കൂടെ നിന്ന രാഷ്ട്രീയ സംഘടനകളാണെങ്കിലും ഏത് സംഘടനകളാണെന്നുണ്ടെങ്കിലും അവിടെ സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഉൾവലിഞ്ഞു. പക്ഷെ എന്നിരുന്നാൽ പോലും അവരിതുകളെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായം കിട്ടിയത് കൊണ്ടാണ് ഇപ്പോ അവിടെ ഒരു സമാധിയെങ്കിലും വന്ന് നിൽക്കുന്നത്. അല്ലാത്ത പക്ഷം ഒന്നും ഉണ്ടാവില്ല. ഒളിച്ചു കൊണ്ടത് അതേപോലെ അവിടെ കൊടുന്നു തരുന്നല്ലാതെ ഗവൺമെന്റ് ഒന്നും തരില്ല. നിങ്ങളിൽ പറ്റിയ മണ്ടത്തരം മിസ്റ്റേക്കായി. ഇപ്പൊ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ ഓടുന്നില്ലേ? അതെന്തുകൊണ്ട് ഓടുന്നത്? ഇവിടെ ഇങ്ങനെ കുറച്ച് നിയമങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വൈകുന്നത് കൊണ്ടാണ്. അങ്ങനെ പലതും നിങ്ങൾ മനസ്സിലാക്കാൻ വൈകിക്കൊണ്ടിരിക്കുകയാണ്. അന്ധമായ വിശ്വാസം കാരണം നിങ്ങൾ പട്ടിണി കിടന്നുകൊണ്ടിരിക്കുക. ദൈവം സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം 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 സമാധി 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 എന്ന് പറഞ്ഞുകൊണ്ട് ലൈഫ് സ്പോയിൽ ചെയ്യുന്ന ആളുകൾ വല്ലാത്തൊരവസ്ഥയാണത്. കറണ്ട് ബില്ല് അടയ്ക്കണം. ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഘട്ടം ഘട്ടമായിട്ട് നോക്കുകയാണ്. യാതുവരെ നിൽക്കും, യാതുവരെ പോകുന്ന നമുക്ക് ഒന്നും ഒരു ഉറപ്പായില്ല. ഏതുവരെ പോകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നാശത്തിലേക്ക് പോകും എന്നുള്ളതാണ്. ദൈവവിശ്വാസമൊക്കെ ഓക്കെ, നല്ലതാ. അന്ധമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കണ്ടില്ലേ, വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. എല്ലാം ശിവമയം, എല്ലാം ശിവൻ, സമാധി, അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ഉണ്ടായിരുന്ന ഉപജീവന മാർഗമായ പശുവിനെ പോലും വിറ്റ് പട്ടിണിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക. എന്റെ പൊന്നു സഹോദരന്മാർ, ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കട്ടെ. നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഒരിക്കലും നിങ്ങൾ വിശ്വാസിച്ചു കൊടുക്കുകയല്ല എന്ന് അവർക്ക് തോന്നരുത്. വിശ്വാസം കൊണ്ട് കൊടുക്കുന്ന പോലെ കൊടുക്കണം. കാരണം പട്ടിണിയാണ്. നമ്മൾ പലതും പറയും ഇവർ ബിസിനസ്സാണ്, അതാണ് ഇതാണെന്നുള്ളത്. പക്ഷെ ബിസിനസ് ഒന്നും തുടങ്ങിയിട്ടില്ല. കുറച്ച് കഴിയും. തുടങ്ങുമ്പോഴത്തേനും ഇവരൊക്കെ എന്താവും എന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഈശ്വര കടാശം കടാശം എന്ന് പറഞ്ഞുകൊണ്ട് പട്ടിണി കിടന്ന എന്താ അവസ്ഥ? അങ്ങ് തീരുമാനാവൂലേ? ലൈഫല്ലേ ഈ കളയിനോണ്ടിരിക്കണത്. ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊന്നുമക്കൾ അവിടെ നിന്ന് പോയിട്ട് അമ്മച്ചീനോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ്. ഇത് ഇപ്പോ താൻ കാൽഭാഗം മുക്കാഭാഗം ദൈവം എന്ന രീതിയിലേക്ക് ഒരു മാറി. കാൽഭാഗമെങ്കിലും ഉണ്ടോ? ഉണ്ട്, കാൽഭാഗം ഉണ്ട്. അതാണ് ഇടക്കിടക്ക് ഇങ്ങനെ സ്വാമി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളത് മുഴുവൻ എന്താ? ദൈവത്തിലേക്ക് അർപ്പിക്കുക. ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് മുഴുവൻ അർപ്പിച്ചു കൊടുക്കുകയാണ്. ജീവിതം നിലനിർത്തണമെങ്കിൽ വകത്തേക്ക് എന്തെങ്കിലുമൊക്കെ പോകണം. അതിന് സാമ്പത്തികമായി എന്തെങ്കിലും വേണം. നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നിരുന്ന ആ ഒരു സംഭവത്തിനെയാണ്, ആ സ്രോതസ്സിനെയാണ് നിങ്ങളിപ്പോ വിറ്റൊഴിവാക്കിയിട്ട് നിങ്ങളെ വിശ്വാസം നിങ്ങളെ കാക്കട്ടെ. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ബിസിനസ്സിന് വേണ്ടി തുടങ്ങിയ ഒരു രീതിയിലേക്ക് മാറി. RSSന്റെ ഇടപെടലുകൾ നടക്കുന്നു കേൾക്കുന്നു. ഓക്കെ, എല്ലാം നല്ലതിന്. ഇപ്പൊ നടന്നതും നല്ലതിന്, ഇനി നടക്കാൻ പോണതും നല്ലതിന്. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അത് നല്ലതിനാണ് കേട്ടോ. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.